ടൈറ്റിലിട്ടാലും അദ്ദേഹത്തിനെ പോലത്തൊരു പ്രതിഭയ്ക്ക് യോജിക്കുന്നു. അതിന് വളരെ സന്തോഷമുണ്ട്. ഒപ്പം ഈ പറയുന്ന പോലെ സിനിമയില് ഞാൻ വളരെ ചെറിയ വേഷങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചു വന്ന അസിസ്റ്റന്റ് ഡയറക്ടറായി, അങ്ങനെ ഡബിംഗ് ആർട്ടിസ്റ്റ് ആയി അങ്ങനെ വന്ന ഒരാളാണ്. അപ്പൊ ഞാൻ പണ്ട് സ്ഥിരീകരണം ആദ്യമായിട്ട് കാണുന്നത് ഫസ്റ്റ് ബെൽറ്റ് എന്നുള്ള സിനിമയുടെ ചേർത്തലെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ്. അന്ന് സ്ഥിരീകരണമൊക്കെ താരമായിട്ട് നിൽക്കുന്നതായത് ഞാൻ ബോർഡിൽ മിണ്ടാനൊന്നും വന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള സീരിയൽ നമ്പിചേട്ടൻ ഡയറക്ട് ചെയ്യുന്ന സീരിയലിൽ ഞാൻ അഭിനയിക്കാൻ പോലീസിൽ അഭിനയിക്കാറുണ്ട്. അപ്പൊ അതിനകത്ത് സിദ്ധികേട്ടൻ ഒരു ഭയങ്കര ക്യാരക്ടർ, പോലീസ് ഓഫീസറിന്റെ ക്യാരക്ടർ ചെയ്യാം. സത്യം പറഞ്ഞാൽ ഇന്നും നമ്മൾ അഭിനയിക്കുമ്പോൾ ഓരോ ദിവസവും ഒരു ഡയലോഗ് കിട്ടുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന മുഖം വെറുതെ പറയുന്നല്ല സിദ്ധികേട്ട. കാര്യം എന്ന് വെച്ചാൽ എന്തിനാ ഒരു ഡയലോഗ് കാണാതെ പഠിച്ചു, ഒരു പേജ് ആവട്ടെ 1.5 പേജ് ആവട്ടെ, പ്രോംപ്റ്റിംഗ് ഇല്ലാതെ ആ ഡയലോഗ് മുഴുവൻ പഠിച്ച് കൃത്യമായ ബ്രേക്കോട് കൂടി പ്രസന്റ് ചെയ്യുന്ന അന്ന് വരെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരൊറ്റ ആർട്ടിസ്റ്റിന് ഞാൻ കണ്ടിട്ടുള്ളത് സിദ്ധികേട്ടൻ. അപ്പൊ ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തിനോട് വളരെ ആരാധനയോടെ അടുത്ത്, സിദ്ധികേട്ടൻ ഉറപ്പാണില്ല തൈക്കാട് ഒരു വീട് ഷൂട്ട് ചെയ്യാം തിരുവനന്തപുരം. ഞാൻ സിദ്ധികേട്ടൻ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സാർ ഫ്രീ ആണോ? സിദ്ധികേട്ടൻ എന്താണ് പറയും, ഈ ഡയലോഗിൽ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് പഠിക്കുന്നത്? അപ്പൊ സിദ്ധികേട്ടൻ ചോദിച്ചു ഏത് ഡയലോഗാ? ജയനപ്രസാദ് പേര് ചോദിച്ചു, ജയനാണ്. അത് വായിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടുമ്പോ ഈ സ്ക്രിപ്റ്റിന്റെ കണ്ടന്റ് എന്ത്, ഇതെന്തിനാണ് ഈ സീൻ, ഇതില് ഓരോ ആദ്യം തൊട്ട് അവസാനം വരെ പറഞ്ഞു പോകേണ്ട മാറ്ററിന്റെ ഫ്ലോ. ഇപ്പൊ അത് എഴുതി വരുന്നത് ഞാനൊരു പേന എടുക്കാം, ആ പേന വെച്ച് ഞാനൊരു വരി എഴുതാം, ആ വരി എഴുതുന്നതിന് കവിത ഉണ്ടാവും, ആ കവിത നിന്നെ കുറിച്ചാകും. ഇത് മനസ്സിൽ പുസ്തകമാക്കുക. ഞാനൊരു പേന എടുക്കാം, ആ പേന വെച്ച് ഞാനൊരു വരി എഴുതാം, ആ വരി എഴുതുമ്പോൾ അത് നിന്നെ കുറിച്ചുള്ളതായിരിക്കും, അതിൽ എന്റെ പ്രണയം ഉണ്ടായിരിക്കും, എന്റെ സ്നേഹം ഉണ്ടായിരിക്കും എന്നുള്ള അർത്ഥം മനസ്സിൽ തന്നെ. നമ്മൾ ഡയലോഗ് പറയാൻ തുടങ്ങുമ്പോൾ ഇനി 1 പേജ് അല്ല 10 പേജ് ആയാലും ഈ ഡയലോഗ് ഓടുന്നത് കടകടാന്ന് കൃത്യമായിട്ട് കൊണ്ടുപോയി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു വസ്തുതയാണ്. പക്ഷെ ഇന്ന് സത്യം പറയാം, ഞാൻ അതിന് ഇന്ന് വരെ പ്രോബ്ലം എടുത്തിട്ടുണ്ട്. ഞാൻ സീരിയൽ കളിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലുള്ള ഒരു ഡയലോഗ് പ്രസന്റ് ചെയ്യാനുള്ള ഒരു ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു മഹത്വം. അപ്പം ഇത് അറിയാതെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോകുന്ന ഓരോ മനുഷ്യരും സിദ്ധികേട്ടൻ വരെ അറിഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഞാൻ പ്രവർത്തിച്ചത്. അപ്പൊ ഓരോ മനുഷ്യരും മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഇമ്പാക്ട്, ഇട്ടിട്ട് പോകുന്ന നാഴികക്കല്ലുകൾ ഓരോ സമയത്തും നമുക്കത് പുറത്ത് പറയാൻ ഉള്ള അവസരങ്ങൾ വരും. അല്ലെങ്കിൽ ഇങ്ങനൊരു അവസരം കിട്ടിയില്ല. ഒരുപാട് സന്തോഷം. സിദ്ധികേട്ടന് എഴുതാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷം. എല്ലാ ആശംസകളും. ജയൻ പറഞ്ഞ കാര്യം ഞാൻ ജയനോട് പറഞ്ഞത് ശരിയാണ്. ഇതൊക്കെ പക്ഷെ നമ്മളായിട്ട് കണ്ടുപിടിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച മാർഗമൊന്നുമില്ല. ഇതൊക്കെ എനിക്ക് മുമ്പേ വന്ന എന്റെ സീനിയർ നടന്മാരെ എനിക്കും ഇതുപോലെ പറഞ്ഞതെന്ന് അവരും കാണിച്ചു തന്ന വഴികളിലൂടെ നമ്മളങ്ങനെയല്ല, മറ്റുള്ളവർ വെട്ടിത്തെളിച്ച വഴികളിലൂടെ നമ്മൾ നടക്കും. അപ്പൊ കൂട്ടത്തിൽ അതുപോലെ ആ വഴിയിലൂടെ മറ്റുള്ളവരും വരും. അങ്ങനെ സിനിമ എപ്പോഴും ഞാൻ സിനിമയിൽ വന്ന കാലത്ത് ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം അതാണ്. പുതുതായിട്ട് ചെറിയ റോൾ ചെയ്യാൻ വരുന്ന എന്നെ പോലും ഏറ്റവും സീനിയറായ നടന്മാർ പോലും വെൽക്കം ചെയ്യാണ് ചെയ്യാൻ. അല്ലാതെ അയാൾ പുതുതായിട്ട് വന്നില്ല, അയാളോട് മാറ്റി വന്നിട്ട് ആ രീതിയിൽ ആരും എന്നോട് അങ്ങനെ പെരുമാറിയിട്ടില്ല. എല്ലാവരും വളരെ വെൽക്കം ചെയ്യും. സിനിമ എപ്പോഴും അങ്ങനെയാണ്, പുതിയ ആളുകളെ 2 കൈ നീട്ടി സ്വീകരിക്കും. അപ്പൊ അത് കണ്ടാണ് ഞങ്ങൾ വളരുന്നത്. അതുകൊണ്ടാണ് പുതുതായിട്ട് വരുന്ന ആളുകളോടും ഇപ്പറഞ്ഞ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരൊരു നേരായ വഴിയിൽ നയിക്കണമെങ്കിൽ എപ്പോഴും സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അത് മറ്റു ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യം ഞാൻ ജനോട് പറഞ്ഞു എന്ന് മാത്രമല്ല, അല്ലാതെ അതിനൊരു പ്രത്യേകിച്ച് ഒരു മിടുക്ക് അവകാശപ്പെടാനില്ല എന്ന് പറഞ്ഞതാണ്. താങ്ക് യു ജയൻ, താങ്ക് യു ഫോർ കമ്മിങ്.